ആദ്യം തന്നെ പറയാം, ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രത്യേകിച്ച് പ്രവർത്തിക്കുന്നുമില്ല. ആരെങ്കിലും നാടിന് നന്മ ചെയ്താൽ അവരോടൊപ്പം ഉണ്ടാകും. UDF സർക്കാർ കൊണ്ടുവരാൻ നിൽക്കുന്ന 2 അടിപൊളി പദ്ധതിയുണ്ട്. നടപ്പിലാക്കിയാൽ രാഷ്ട്രീയം മറന്ന് കേരളക്കര കൈയടിക്കും. ഒന്നാമത്തത്, നവീന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി മൃതദേഹങ്ങൾ കീറിമുറിക്കാത്ത, പോസ്റ്റ്മോർട്ടം ഇല്ലാത്ത പുതിയ ടെക്നോളജി. ആർക്കാണ് ഇഷ്ടപ്പെടുക തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരങ്ങളെ കൊത്തിമുറിക്കുന്ന പോസ്റ്റ്മോർട്ടത്തെ? ചിലപ്പോൾ രോഗം പെട്ടെന്ന് മൂർച്ഛിക്കും, അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എത്തുന്നതിന് മുമ്പോ എത്തിയ ഉടനെയോ ആൾ മരണപ്പെടും. പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് കൊണ്ടുപോകും. ഒരാൾക്കും അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, ഇനി മതമില്ലാത്തവരാകട്ടെ, ആർക്കും അത് സഹിക്കാൻ പറ്റൂല. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ തലയിലേക്ക്, നെഞ്ചിലേക്ക് കത്തിവെക്കുന്നത്. അതിലൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് സന്തോഷകരമായ വാർത്ത തന്നെയാണ്. രണ്ടാമത്തത് ഓപ്പറേഷൻ തൂഫാനാണ്. 7 ദിവസം കൊണ്ട് 1710 പേരെയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പുതിയ തലമുറയിൽ അപകടകരമായ രൂപത്തിൽ ലഹരി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നിയന്ത്രണം കൊണ്ടുവരുന്നത് ഏറ്റവും ഉത്തമം തന്നെയാണ്. കാരണം മാതാപിതാക്കളെ തിരിച്ചറിയാത്ത കൂടപ്പുറപ്പുകളെ, സഹോദരിമാരെ, സ്വന്തം കുടുംബത്തെ പോലും കഴുത്തെറുക്കാനും തലവെട്ടാനും അടിവയറ്റിലേക്ക് കത്തി കുത്തിയിറക്കാനും മടിയില്ലാത്ത രൂപത്തിൽ ലഹരി കാർന്നെടുത്തുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയ്ക്ക് മുമ്പിൽ എങ്ങനെയെങ്കിലും ഈ മാരക വിപത്ത് തുടച്ചു മാറ്റാൻ കേരള സർക്കാരിനും ഇവിടുത്തെ സിസ്റ്റത്തിനും കഴിഞ്ഞാൽ അഭിമാനിക്കേണ്ട നിമിഷം തന്നെയാണത്. പക്ഷേ ഇത് ഏതെങ്കിലും കോളനിയിലോ നഗരത്തിലോ മാത്രം നിൽക്കേണ്ട കാര്യമല്ല. നമ്മുടെ സ്കൂളിൻ്റെയും ക്യാമ്പസുകളുടെയും അതുപോലെ ചെറുപ്പക്കാരിടപെടുന്ന മേഖലകളെല്ലാം ഇതിന്റെ പരിശോധന ഉണ്ടായിരിക്കണം. അതേത് തമ്പുരാക്കന്മാരുടെ കോട്ടയിലാണെങ്കിൽ പോലും. എങ്കിലേ ഇതിന് മാറ്റമുണ്ടാകൂ. അല്ല, ജനങ്ങളെ ഒന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു കാട്ടിക്കൂട്ടലായി ഇത് മാറിയാൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ 2 തീരുമാനത്തിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ജയ് ഹിന്ദ്.